ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൽ ഭയങ്കര ചൂടാണല്ലേ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, തണുപ്പല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതേ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പുറത്തു പോവുകയാണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരു ഇഫ്താർ പാർട്ടി എന്നുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിന്ന് പോണത് ന്യൂജേഴ്സിയിലുള്ള പീറ്റർസൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പീറ്റർസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, യമൻ കുഴിമന്തി കഴിക്കാൻ പോയത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് പീറ്റർസൺ എന്ന് പറയണത്. അപ്പോൾ ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. യമൻ റെസ്റ്റോറൻറ്റുകൾ, പലസ്തീൻ റെസ്റ്റോറൻറ്റ്, ടർക്കിഷ്, അറേബ്യൻ, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴിമന്തി, പിന്നെ അതുപോലെ ഗ്രിൽഡ് ഐറ്റംസുകൾ, ഷവർമ്മകൾ, അതൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണ് ആ ഏരിയ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ജ്വല്ലറികളും ഒക്കെ അറബിക്കിൻ്റെ ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാമല്ലേ അവിടെ എന്താണ് നോമ്പ് തുറക്കാനുള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉൾവഴികളിലൂടെ തന്നെയാണ് പോകുന്നത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, അഭിപ്രായം അറിയിക്കണം. പിങ്ക് ഡയമണ്ട്. അമേരിക്കയിൽ വന്നതിന് ശേഷം നോമ്പിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ റെസ്റ്റോറൻറ്റിലാണ് നോമ്പ് തുറ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പീറ്റർസണിലേക്ക് പോകുന്നത്. അവിടെ ഏകദേശം മിക്ക റെസ്റ്റോറൻറ്റുകളും ഈ അറബിക് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോണേ. പിന്നെ ഒരു ഇന്ന റെസ്റ്റോറൻറ്റൊന്നും ലക്ഷ്യം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഏതാണോ നല്ല റെസ്റ്റോറൻറ്റ് അങ്ങനെ നോക്കി കയറാമെന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഈ ഉൾവഴികളിലൂടെ തിരഞ്ഞെടുത്ത എന്താണെന്ന് വെച്ചാൽ, ഹൈവേയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തോ അവാർഡ് പടം കാണുന്ന പോലെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഏതായാലും യാത്ര ചെയ്യലേ, അതാണ് കേട്ടോ നമ്മളിപ്പോൾ ഉൾവഴി തിരഞ്ഞെടുത്തത്. നല്ല ഭംഗിയുള്ള കാടുകളിലൂടെ പിന്നെ കുഞ്ഞു കുഞ്ഞു സിറ്റികളിലൂടെയൊക്കെ കടന്നാണ് നമ്മളിപ്പോൾ പീറ്റർസണിലേക്ക് എത്താൻ പോകുന്നത്. ഏകദേശം ഒരു ന്യൂയോർക്കിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ ആ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായ വഴികളൊക്കെ തന്നെയാണ്. ഈ കാണുന്ന കാട് കണ്ടു, ഈ കാടിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കുഞ്ഞു വീട്. ഇതേ കണ്ടില്ലേ അറ്റത്ത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഏതോ ഒരു സിറ്റിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു സിറ്റികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോമ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്ക നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ കാണാമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഏതൊക്കെ റെസ്റ്റോറൻറ്റിലാണ് നോമ്പ് തുറ വിഭവങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത്. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സെർച്ച് ചെയ്തൊന്നും നോക്കിയില്ല. ഞങ്ങളങ്ങനെ നേരിട്ട് ഈ പീറ്റർസണിലേക്ക് വരാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വന്നത്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ, ഉണ്ടാവാതിരിക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ പീറ്റർസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേനും ഇത് കണ്ടില്ലേ, ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടു തുടങ്ങി. ഈ റോഡിൻ്റെ 2 സൈഡിലും ആണ് റെസ്റ്റോറൻറ്റുകളുള്ളത്. ഒരുപാട് ആളുകളെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് പറ്റിയ ഫുഡും വേണമല്ലോ, വെറുതെ കയറിയിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേയൊക്കെ അങ്ങനെ നോക്കി അവസാനം ഇപ്പോൾ നമ്മളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണത്. ഇത് സാധാരണ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, നോമ്പ് തുറ വിഭവങ്ങളൊന്നും ഈ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കയറിയതാണ്. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഷവർമ്മ മതി എന്ന് പറഞ്ഞ കാരണം അങ്ങനെ നമ്മളിവിടെ കയറിയതാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രധാന ഫുഡ് എന്ന് പറയുന്നത് ഷവർമ്മ തന്നെയാണ്.
പിന്നെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ വലിയ റെസ്റ്റോറൻ്റൊന്നുമല്ല എങ്കിലും ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും പാർസലാണെന്ന് തോന്നണ്ട ഇവിടുത്തെ ഫുഡുകളൊക്കെ പോകുന്നത്. പിന്നെ ഈ നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല വലിയ സീറ്റിൽ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. കുറേയൊന്നുമില്ല കേട്ടോ, ആകെ 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ അതേ ഈ ഒരു സാലഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കനും റൈസും വെജിറ്റബിളൊക്കെ ആയിട്ടുള്ളൊരു സാലഡ്. പിന്നെ അതേ ഒരു ഓണിയൻ റിങ്ങും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ 3 ഐറ്റമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെ അങ്ങനെയുള്ളതൊന്നും കണ്ടില്ല. പിന്നെ അതേ ഈ മാംഗോ ജ്യൂസാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ കൂടുതലൊന്നും നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര ഐറ്റം വാങ്ങിയത്. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. വയർ ഫുള്ളായി. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തണുപ്പാണെങ്കിലും വെറുതെ സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ ഇതേ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ അങ്ങനെ കണ്ടതായിരുന്നു. ഇവിടെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആ മെനുവിൽ കണ്ട ഫുഡുകളൊന്നും നമുക്ക് അത്ര പറ്റിയതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്നില്ല. വേഗം അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെ നമ്മൾ ആ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ പോകുന്ന വഴികളിലൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നേ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ആളുകളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ കൂടുതലും നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ഫുള്ള് ഗ്രിൽഡ് ഐറ്റംസുകളും പിന്നെ അതുപോലെ കുഴിമന്തി അതൊക്കെയാണ് കേട്ടോ കഴിക്കണത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക ജ്യൂസുകൾ ഫ്രൂട്ട്സുകൾ വറപൊരി അങ്ങനെ ഒന്നും കഴിക്കണതായിട്ട് കണ്ടില്ല. അങ്ങനെ ഒന്നും ഇവിടുത്തെ കടകളിൽ ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയാലും പോണ വഴിക്ക് എന്തെങ്കിലും ഫുഡ് പാർസലും കൂടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വയറ് ഫുള്ളായെങ്കിലും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കുഴിമന്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. കാര്യം ഇവിടെയാണല്ലോ കൂടുതലും കുഴിമന്തിയൊക്കെ കിട്ടുക. അങ്ങനെ നമ്മൾ നേരെ പോയത് കുഴിമന്തി കിട്ടണ ഒരു കടയിലേക്കാണ്. മന്തി പാലസ് എന്ന് പറയും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുഴിമന്തിയൊക്കെ പാർസൽ വാങ്ങി. അപ്പോഴാണ് കേട്ടോ ആ ഒരു സംഗതി നടന്നത്. ആ കടയിൽ ചെന്നപ്പോഴത്തേനും അവിടെ നോമ്പ് തുറക്കാനുള്ള സമൂസ ഈന്തപ്പഴം അതൊക്കെ ഉണ്ടായിരുന്നേ. അതും ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു നഷ്ടമൊക്കെ തോന്നിയായിരുന്നു. കാരണം നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളത്. പക്ഷേ അവരവിടെ തന്നായിരുന്നു കേട്ടോ സമൂസയൊക്കെ. പക്ഷെ നല്ല അടിപൊളി സമൂസയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇത്ര നല്ല സമൂസ കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ച് നമ്മുടെ ടേസ്റ്റൊന്നും ആവില്ല, വേറെ ടേസ്റ്റൊക്കെ ആവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. ഞാനത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പ് അടിച്ചിട്ട് എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ കിട്ടിയ പാടെ തന്നെ സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തില്ല. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള കുഴിമന്തി എങ്ങനത്തെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ ദേ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. വന്ന് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ നമ്മളിതേ കുഴിമന്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കുഴിമന്തിയായിരുന്നേ. ഇതിൻ്റെ കൂടെ അവർ സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊരു ഷവർമയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ. ഇനിയും ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോമ്പ് തുറകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ അമേരിക്കൻ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.